എല്ലാവർക്കും സുഖല്ലേ? മുരിങ്ങക്കോല് വെച്ച് നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ഡിഷാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. 2 മുരിങ്ങക്കോല് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് വേവിച്ചെടുക്കാം. മുരിങ്ങക്കോല് നല്ലോണം വെന്തുട്ട ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി ഇതൊന്ന് തണുക്കട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ കഴമ്പ് മാറ്റിയെടുക്കാം. എല്ലാ മുരിങ്ങക്കോലിനും കഴമ്പ് മാത്രം മാറ്റാട്ട. കോലിൻ്റെ എല്ലാം കഴമ്പ് എടുത്തിട്ടുണ്ട്, ഇത് മാറ്റി വയ്ക്കാം. 2 ചുവന്ന മുളക് വറുത്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ടാട്ട, അങ്ങനെ വറുത്താൽ മതി. മുളക് നല്ലോണം വറുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പില ഒന്ന് വറുത്തെടുക്കാം. കറിവേപ്പിലയും മുളകും വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. 6 വെളുത്തുള്ളി നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം. വെളുത്തുള്ളി മാറ്റാം. 1 സവാള നീളനെ മുറിച്ച് ചേർക്കാം. ഞാൻ എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ആ 1 ടീസ്പൂൺ എണ്ണയിലാണ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് വേണം നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. സവാള റെഡിയായി പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. 1 ടീസ്പൂണിൽ കുറവ് എണ്ണ ചേർക്കുന്നുണ്ട്. കോലിൻ്റെ കഴമ്പ് നമുക്ക് എണ്ണയിൽ ചേർത്ത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. അതിൻ്റെ ആ പച്ചസ്വാദ് പോവാൻ വേണ്ടിയിട്ടാണ്. കോല് റെഡിയായി, ഇതും പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഈ കോല് റെഡിയായത് നമുക്ക് എങ്ങനെ മനസ്സിലാകാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇടുമ്പോൾ ഒരു പച്ച കളറായിരിക്കും. എണ്ണയിൽ വാട്ടി വരുമ്പോഴേക്കും അതൊരു യെല്ലോയിഷ് കളറായിട്ട് മാറും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തന്നെ കോലിൻ്റെ പച്ചമണം പോയി എന്നാണ്. നമുക്ക് തക്കാളി കാട്ടിയെടുക്കാം. എണ്ണയൊന്നും ചേർക്കണ്ട കേട്ടോ. കോല് ചേർത്ത കാരണം തന്നെ കുറച്ച് തക്കാളി കൂടുതൽ എടുത്തോളൂ, നല്ല സ്വാദ് ഉണ്ടാവും. തക്കാളി നല്ലോണം സോഫ്റ്റായി കിട്ടിയതിൻ്റെ ശേഷം 1 ടീസ്പൂൺ പുളിവെള്ളം ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തിടും. തക്കാളി റെഡിയായി, ഇതും പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാനുണ്ട് കേട്ടോ. നല്ലോണം വറുത്തെടുക്കണം കേട്ടോ, എന്നാലേ ഈ മുളകൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുള്ളൂ. ഇങ്ങനെ അമർത്തുമ്പോൾ തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഉപ്പ് നോക്കാം. തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുളി മതിയെന്നുണ്ടെങ്കിൽ പുളിവെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് പുളി ചേർത്താൽ മതി. എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാനുണ്ട്. 1 ടീസ്പൂൺ എണ്ണ പാനിലേക്ക് ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിക്കോളൂ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും ലൂട്ടാൻ മുരിങ്ങക്കോല് വെച്ചിട്ട് 10 മിനിറ്റിനുള്ളിൽ നല്ല ടേസ്റ്റിലും സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ചോറിനും ചപ്പാത്തിക്കും അടിപൊളി ടേസ്റ്റ് ആട്ടെ. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.